ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി കണ്ടിട്ടെന്ന് തോന്നുന്നു. 3 5 മാസമായി എനിക്കറിയാം വീഡിയോ ഇട്ടിട്ട്. അത് കുറച്ച് സിറ്റുവേഷൻസ് കുറച്ച് ഇതായതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഇനി നമ്മൾ തുടർന്നും വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതൊരു ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ മെയിൻ ക്യാമറ, ലൈറ്റ്, എല്ലാ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടു സംഭവങ്ങളെല്ലാം ശരിയാക്കാൻ, റെഡിയാക്കാൻ. ഓക്കെ, നമുക്കിപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ. ഇന്നത്തെ നമ്മൾ ഇൻട്രോ പറഞ്ഞില്ല, സോറി. ഇതാണ് ഇൻട്രോ. ഇപ്പം നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ഭയങ്കര താല്പര്യമാണ്. പടം വരയ്ക്കണം, എന്തെങ്കിലുമൊക്കെ പടം വരയ്ക്കണത് ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല. കറക്റ്റ് ആ ഒരു ഷേപ്പ് ഇതൊന്നും കാര്യമൊന്നും കിട്ടുന്നില്ല അല്ലേ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ പറയാൻ പോകുന്ന ടിപ്സ് വെച്ച് നിങ്ങൾക്ക് എന്തും വരയ്ക്കാം, എന്തും. യെസ്, ഓക്കെ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ സ്കില്ലാണ്. ഇപ്പോൾ നിങ്ങൾ പടം വരയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു റെഫറൻസ്, എന്തെങ്കിലും ഒരു ചിത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ലൈഫ് സ്കെച്ചാ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങളത് വരയ്ക്കുന്നതിന് മുന്നേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലപോലെ അതൊന്ന് നിരീക്ഷിക്കണം, നല്ലപോലെ ഒബ്സർവ് ചെയ്യണം. വരയ്ക്കാൻ പോകുന്നത് എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ഫോട്ടോ നിങ്ങളെ റെഫറൻസ് ഫോട്ടോ വെച്ച് വരയ്ക്കുകയാണെങ്കിലും അത് നിങ്ങൾ നല്ലപോലെ കണ്ടൊന്ന് മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ഒരു സാധനം എന്താണെന്ന് മനസ്സിലാക്കാതെ വരച്ചു കഴിഞ്ഞാൽ അതിപ്പം നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, കാണുന്നവർക്ക് മനസ്സിലാകാതില്ലാതായിപ്പോയില്ലേ. ആ ഒബ്സർവ് ചെയ്ത ചിത്രത്തിനെ നിങ്ങൾ ഷേപ്സ് ആക്കി ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ബേസിക് ഷേപ്സ് വെച്ച് ഈ സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യണം. ആ ബേസിക് ഷേപ്പിനെ നിങ്ങൾ കുറച്ചുകൂടെ ഈ വോളിയംസ്, കുറച്ചുകൂടെ 3D ഫോംസ് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് കുറച്ചുകൂടെ ഡെപ്ത്ഫുൾ ആക്കി കൺസ്ട്രക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങളുടെ മെയിൻ ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്യണോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇതിനെല്ലാത്തിനും മുൻപ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കെച്ച് ബുക്ക്. നിങ്ങളിപ്പോൾ പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ക്യാരി ചെയ്ത് നടക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങളൊരു സ്കെച്ച് ബുക്ക് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ. നമ്മൾ ഇനി തൊട്ട് ഇതിലാണ് പടം വരയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്കെച്ച് ബുക്ക് ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും ഇതിപ്പോൾ A5 സൈസിൻ്റെ ഒരു സ്കെച്ച് ബുക്കാണ്. ഇത് ക്യാരി ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ A5 സ്കെച്ച് ബുക്കാണ് വാങ്ങിച്ചിരുന്നു. നിങ്ങൾക്ക് A5, A3 A4 ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. ഇതിൽ കുറച്ച് പടങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം തന്നെ ഒരു ഹാർട്ട്, ഒരു ഹൃദയം ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഹൃദയം ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഹൃദയത്തെ ഒന്ന് നല്ലപോലെ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തതിന് ശേഷം ചുമ്മാ റഫായിട്ട് ഒരു ഷേപ്പ്, നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പ്, നമ്മുടെ ഇമോജി ഹാർട്ട് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ തന്നെ ഒന്ന് ഇതാക്കിയത് കൺസ്ട്രക്ട് ചെയ്യുക. ചുമ്മാ എങ്ങനെ സ്ക്രിബിൾ ചെയ്ത്. ഓക്കെ, ഒരു ഹാർട്ട് ഷേപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഈ ട്യൂബ് പോലത്തെ ഈ സാധനം മെയിനാണ് അത്തറ്. ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചുമ്മാ ഒന്ന് റഫ് ഷേപ്പ് ഒന്നാക്കിയെടുക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് ഇതുപോലെ നമുക്ക് കിട്ടി. ഇനി നമ്മളിതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമ്മൾ കുറച്ച് 3D ഫോംസ് കുറച്ചുകൂടെ ഒന്ന് ഡെപ്ത്ത് കൊടുത്തെടുക്കുക. ഇപ്പോൾ ഈ ട്യൂബ് പോലത്തെ കുറച്ച് ഷേപ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡെപ്ത് ഫുൾ ആക്കുക. ഫോംസ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഡെപ്ത്ത് കൊടുക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ നമുക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫൈനൽ ഡീറ്റെയിലിംഗ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ കുറച്ചൊന്ന്
ആ ഒരു വരച്ച ഒരു സ്കെച്ച് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആക്കി എഴുതുക. ഒരു എറേസർ വെച്ചിട്ടോ നമ്മൾ ഹാർട്ട് വരച്ചിരിക്കുകയാണ് കാണാം. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾ ആ ഒരു ഷേപ്പിനെ ആക്ച്വൽ ഷേപ്പായിട്ട് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ സ്ക്രിബിള് കുത്തി വരയ്ക്കാൻ അറിയാമല്ലോ, അതുപോലെ ഒന്ന് ചുമ്മാ ആ ഒരു ഷേപ്പിനെ നിങ്ങൾ ഇപ്പം ഞാൻ ആ ഒരു ഹാർട്ടിനെ എങ്ങനെ വരച്ചു വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ഇമോജി കാണുന്ന ഹാർട്ട് ഉണ്ടല്ലോ, ഇമോജിസിൽ കാണുന്ന ഹാർട്ടിന്റെ ആ ഒരു ഷേപ്പാണ് അതിനെ വരച്ചത്. ഇമോജീസിൽ കാണുന്ന ഹാർട്ട് ആദ്യം വരച്ചു, ഹാർട്ടിന്റെ ഐക്കോണിക്കൽ ഷേപ്പ്, ആ ഒരു ഷേപ്പ് വരച്ചെടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ ബേസിക് ഷേപ്സ് വെച്ചിട്ട് ബേസിക് ഷേപ്പ് ചുമ്മാ ഫോംസ് യൂസ് ചെയ്ത് ചുമ്മാ കുത്തി വരച്ച് സ്ക്രിബിൾ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ആ ഒരു ഔട്ട്ലൈൻ ഫോം ചെയ്തെടുത്തത്. ഓക്കെ, സോ അല്ല ഞാൻ ഈ ഒരു പട്ടിക്കുട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് ഇങ്ങനൊരു ഷേപ്പ്, എൻ്റെ കഴുത്ത് വരുന്ന ഭാഗം, ഇതുപോലൊരു ഷേപ്പ് ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ ഇനി ഞാൻ കുറച്ച് ഫോംസ് 3D ഫോംസ് വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്തത്. ഇപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം ഹെഡിന് ഒരു സ്പിയർ, ഇവിടെ ഒരു സിലിണ്ടറിക്കൽ, ചെവിക്ക് 2 ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഷേപ്പ് ഫോമായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് ആ ഒരു പട്ടിക്കുട്ടനെ വരച്ചു കണ്ടോ. ഓക്കെ, ഇതും സെയിം മെത്തേഡിൽ ഞാൻ വരച്ചത് തന്നെയാണ്. ഒരു ഷേപ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ചുകൂടെ 3D ഫോംസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഫൈനൽ ഔട്ട്ലൈനായിട്ട് ഇപ്പോൾ വരച്ചെടുത്തിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഈ സ്കെലറ്റനെ ഒന്ന് വരച്ചെടുക്കാം. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ടഫായിരിക്കും, കാരണം ഹ്യൂമൻ അനാട്ടമിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു സ്റ്റിക്മാൻ ഫിഗർ ഒന്ന് വരച്ചെടുക്കുക. ചുമ്മാ ഇങ്ങനെ സ്റ്റിക്മാൻ ഫിഗർ വരച്ചെടുക്കുക ലൈറ്റ്. ഇതിന് നമ്മൾ എന്താ വെച്ചാൽ ഈ സ്റ്റിക്മാൻ ഫിഗർ വരച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ നമ്മൾ ഷേപ്സ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ടൈമിൽ നമ്മൾ ഷേപ്സ് പ്രൊപ്പോർഷൻസ് ചേഞ്ച് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതുപോലെ സ്റ്റിക്മാൻ ഫിഗർ ഞാൻ വരച്ചേക്കുന്നത്. ഇതിൽ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പെറിക്കൽ ഷേപ്പ്, ഇതുപോലൊരു ഷേപ്പ്. ഇതിനു വേണ്ടി ഹ്യൂമൻ അനാട്ടമിക്ക് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൂടെ എങ്ങനെ വരയ്ക്കാമെന്ന് കാണിക്കുകയാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എഗ് ഷേപ്പ് ഫോർ ദ റിബ് കേജ്, എഗ് ഷേപ്പ്. ഇവിടെ ഒരു ബൗൾ ഷേപ്പ് ഫോർ കെല്ലസ്. പിന്നെ ഈ കോളർ ബോൺസ്, ക്ലാവിക്സ്, ഒരു സൈക്കിൾ ഹാൻഡിൽ പോലെ നിങ്ങൾക്കൊന്ന് ഇത് ചെയ്തെടുക്കാം.
ചുമ്മാ നിങ്ങൾ ഷേപ്പായിട്ട് കറക്റ്റായിട്ട് ഫോം ചെയ്തില്ലെങ്കിലും കുറച്ച് സ്ക്രിബിൾ ചെയ്താലും മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് സ്ക്രിബിൾ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനെ ഫോംസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുക. ഈ എഗ് പോലത്തെ ഷേപ്പിന് പെൽവിസ് പിന്നെ ഒരു ബൗള് പോലെ ഒന്ന് വരച്ചെടുത്താണ്. പകുതി കൊട്ടിപ്പോയ ബൗൾ പോലെ. Taiwanso. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം വിട്ടിട്ട് നമുക്കൊരു ജീപ്പ് വരച്ച് നോക്കാം. ഓക്കെ, ഇതിന് ആദ്യമേ ഒരു ഷേപ്പ് ആയിട്ട് ചുമ്മാ കണ്ട് ഒബ്സർവ് ചെയ്തൊക്കെ ആ ഒരു ബേസിക് ഷേപ്പിനെ ഒന്ന് ഫോം ചെയ്തെടുക്കുക. ഇതിൽ പെർസ്പെക്റ്റീവിൻ്റെ കുറച്ച് റോളുണ്ട്. അത് നമ്മൾ വരുന്ന വീഡിയോ, അപ്കമിങ് വീഡിയോസിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, ഇനി ഇതിനെ കുറച്ചുകൂടെ ഷേപ്സ് ഫോംസ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്ന ടിപ്സ്. അപ്പോൾ ഇതെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട ഒരു റെഫറൻസ് ഇമേജ് ഓർ ഒബ്ജക്റ്റ് എന്തായിക്കോട്ടെ, അതിനെ നിങ്ങൾ നല്ലപോലെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ കണ്ട ഉടനെ വരയ്ക്കാണ്ട് നിങ്ങൾ നല്ലപോലെ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് ഷേപ്സ് ആയിട്ടൊന്ന് സ്ട്രക്ചറൈസ് ചെയ്തിട്ട് അതിൽ 3D ഫോംസ് വോള്യൂംസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിലൂടെ നിങ്ങൾ ഫൈനൽ ഔട്ട്ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ വരച്ചുകൊണ്ടിരുന്നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഒറ്റ പ്രാവശ്യം വരച്ചെന്ന് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ നല്ലപോലെ ഔട്ട്പുട്ട്സ് കിട്ടണമെന്നില്ല. ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാതെ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം വരച്ചെന്ന് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റുമെന്ന് അല്ല ഞാൻ പറഞ്ഞത്. പ്രാക്ടീസാണ് മെയിൻ കാര്യം. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ആർട്ട് റിലേറ്റഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് കാണുമല്ലോ, പടം വരയ്ക്കുന്ന ഫ്രണ്ട്സ്, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയും പുതിയ കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Until then. ഈ ഒരു സാധനം നിങ്ങളെപ്പോഴും കയ്യിൽ കൊണ്ട് എപ്പോഴും ക്യാരി ചെയ്ത് നടക്കേണ്ട സാധനമാണ്.